ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വേറൊന്നുമല്ല, നമ്മളിനി ടെക്സ്റ്റിലുള്ളതൊക്കെ പഠിപ്പിച്ച് തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോണത്. അതായത് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോണത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പേ ഇത് കൊച്ചു കുട്ടികൾ സംസാരിച്ച് തുടങ്ങുന്ന ഒരു ക്ലാസ്സാണ്. അത് നമ്മൾ കോൺവെർസേഷനിൽ നിന്നാണ് ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ ഗ്രാമർ മിസ്റ്റേക്കൊക്കെ ഞാനാണേലും ഇപ്പോൾ ചെറിയ ഗ്രാമർ മിസ്റ്റേക്കൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് ലെസൺ 1 ആണ്. ഓക്കെ, നമുക്ക് എത്ര ലെസൺ വരുമെന്ന് കറക്റ്റായിട്ട് അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. എൻ്റെ ഒരു ഊഹം വെച്ച് 8 ലെസൺ ആണ്. നമുക്ക് നോക്കാം, 8 കൂടുതൽ മിക്കവാറും വരും. ഇനി നോക്കുകയാണെങ്കിൽ അനാമിക ന്യൂലി ജോയിൻഡ് എ സ്കൂൾ. അനാമിക എന്ന് പറയുന്ന കുട്ടി ഒരു പുതിയൊരു സ്കൂളിലേക്ക് ജോയിൻ ചെയ്തു. റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ അനാമിക ആൻഡ് ഹെർ ന്യൂ ഫ്രണ്ട്സ്. അവളുടെ പുതിയ കൂട്ടുകാരും അവളുമായിട്ടുള്ള അനാമികയുമായിട്ടുള്ള ഒരു ചെറിയ കോൺവെർസേഷൻ, പോസിബിൾ ആയിട്ടുള്ള ഒരു ചെറിയ കോൺവെർസേഷൻ എഴുതാനാണ്. ഓക്കെ, അപ്പം അനാമിക ഫസ്റ്റ് തന്നെ വരികയാണ്. എന്നിട്ട് ഇങ്ങനെ പറയാണ്, ഹായ്, ഗുഡ് മോർണിംഗ്, ഐ ആം എ ന്യൂ സ്റ്റുഡൻറ്റ് ഇൻ ദിസ് സ്കൂൾ, വാട്ട്സ് യുവർ നെയിം? എന്താണ്? ഹായ്, ഗുഡ് മോർണിംഗ്, എന്താണ്, ഞാൻ ഈ സ്കൂളിൽ പുതിയൊരു കുട്ടിയാണ്, നിങ്ങളുടെയൊക്കെ പേരെന്താണെന്ന് ചോദിക്കാണ്. അപ്പോൾ സുബാന പറയാണ്, ഗുഡ് മോർണിംഗ്, ഐ ആം സുബാന ആൻഡ് ദിസ് ഇസ് ഹബീബ, വാട്ട്സ് യുവർ നെയിം? അപ്പോൾ സുബാന പറയാണ്, എൻ്റെ പേര് സുബാന, ഇത് ഹബീബ, നിന്റെ പേരെന്താണ് എന്ന് ചോദിക്കാണ്. അപ്പം അനാമിക പറയും, ഐ ആം അനാമിക, ആർ യു ന്യൂ ടു ദിസ് സ്കൂൾ? നീ പുതിയതാണോ, ഈ സ്കൂളിൽ നിങ്ങൾ പുതിയതാണോ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ പേര് അനാമിക, നിങ്ങൾ ഈ സ്കൂളിൽ പുതിയതാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഹബീബ പറയും, നോ, വി ആർ ഹിയർ ഫ്രം 5th സ്റ്റാൻഡേർഡ്. നമ്മളിവിടെ 5ാം ക്ലാസ് മുതലുണ്ട്, അല്ല നമ്മൾ പുതിയ കുട്ടികളൊന്നും അല്ല, നമ്മളിവിടെ 5ാം ക്ലാസ് തൊട്ട് ഉണ്ടെന്ന് പറയാണ്. അപ്പോൾ സുബാന പറയും, വേർ ആർ യു ഫ്രം? നീ എവിടെ നിന്നാണ് വരുന്നത്? ചോദിക്കുന്നില്ലേ, വേർ ആർ യു ഫ്രം? നമ്മളിങ്ങനെ ചോദിക്കുന്നില്ല, അത് തന്നെയാണ്. ഇനി അനാമിക അപ്പം പറയും, ഐ ആം ഫ്രം കടക്കൽ, വാട്ട് അബൌട്ട് യു? ഞാൻ കടക്കിൽ നിന്നാണ് വരുന്നത്, നീ എവിടെ നിന്നാണ് എന്നാണ് ചോദിക്കുന്നത്. നിന്നെ പറ്റിയോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. നിനക്ക് എങ്ങനെയാണ്, നീ എവിടെ നിന്നാണ് എന്നൊക്കെ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ സുബാന പറയും, ഐ ആം ഫ്രം പോരേടം ആൻഡ് ഷീ ഈസ് ഫ്രം നിലമേൽ. എന്താണ്, ഇവള് നിലമേലിൽ നിന്നും ഞാൻ പോരേടത്ത് നിന്നുമാണ് പറയാണ്. അപ്പം അനാമിക പറയും, ആർ യു ഓൾസോ ഇൻ 7th സ്റ്റാൻഡേർഡ്? നീ 7th സ്റ്റാൻഡേർഡിലാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഐ ഗോട്ട് അഡ്മിഷൻ ഇൻ 7th D. എനിക്ക് 7D 7th Dയിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് എന്ന് പറയാണ്. അപ്പോൾ ഹബീബ പറയും, ഓ യെസ്, വി ആർ ഓൾസോ ഇൻ 7th D. അപ്പോൾ ഹബീബ പറയാണ്, അതെ, എനിക്ക് 7th Dയിൽ, ഞങ്ങളും 7th Dയിൽ തന്നെയാണ് പഠിക്കുന്നത് എന്ന് പറയാണ്. ഓയാണേ. അപ്പോൾ പിന്നെ സുബാന പറയാണ്, ഇൻ വിച്ച് സ്കൂൾ യു സ്റ്റഡീഡ് ഏർലിയർ? നീ ഏത് സ്കൂളിലാണ് മുമ്പ് പഠിച്ചിരുന്നത്? അപ്പം അനാമിക പറയാണ്, ഇൻ SKV UPS. ഞാൻ മുമ്പ് SKV UPSലാണ് പഠിച്ചിരുന്നത് എന്ന് പറയാണ്. അപ്പോൾ ഹബീബ് പറയും, ഇറ്റ്സ് ടൈം ടു റിംഗ് ദ ബെൽ, ലെറ്റ്സ് ഗോ ടു അവർ ക്ലാസ്. എന്താണ്, സമയമായി, ബെല്ലടിക്കാനുള്ള സമയമായി, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം എന്ന് പറയും. അപ്പോൾ അനാമിക പറയും, ഫ്രം ടുഡേ വി ആർ ഫ്രണ്ട്സ്, വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ഇന്ന് മുതൽ നമുക്ക് ഫ്രണ്ട്സ് ആവാം, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ സുബാനയും ഹബീബയും കൂടെ പറയും, യെസ് ഓഫ് കോഴ്സ്, വൈ നോട്ട്? അതെ, എന്തുകൊണ്ടില്ല, നമുക്ക് ഫ്രണ്ട്സ് ആവാം. അപ്പോൾ അനാമിക പറയും, വെർ ഈസ് അവർ ക്ലാസ് റൂം? നമ്മുടെ ക്ലാസ് റൂം എവിടെയാണ് ചോദിക്കും. അപ്പോൾ സുബാന പറയാണ്, ഓ ദിസ് വേ, കം വിത്ത് അസ്. എന്താണ്, ഈ ഒരു വഴിയിൽ കൂടെ നമ്മൾ കൂടെ വരൂ എന്ന് പറയാണ്. അപ്പോൾ അനാമിക പറയും, ഐ എം സോ ഹാപ്പി ടു മീറ്റ് ബോത്ത് ഓഫ് യു എന്ന് പറയാണ്. ഞാൻ
നിങ്ങളെ കണ്ടുമുട്ടിയതിൽ വളരെ സന്തുഷ്ടയാണ് എന്ന് പറയാണ്. അപ്പം ഹബീബ പറയും, വി ആർ ഓൾസോ ഹാപ്പി ടു ബി ഫ്രണ്ട് വിത്ത് യു അനാമിക. എന്താണ്, നമ്മളും വളരെ സന്തോഷം തന്നെയാണ് നമുക്കും നിൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ആയതിൽ അനാമിക എന്ന് പറയാണ്. എന്നിട്ട് ലാസ്റ്റ് ദേ വെൻറ്റ് ഹാപ്പിലി ടു ദെയർ ക്ലാസ് റൂം. അവരുടെ ക്ലാസ് റൂമിലേക്ക് ഹാപ്പി ആയിട്ട് പോയി. നമ്മൾ ഈ ഒരു കോൺവേഴ്സേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ വേർഡ്സും ചെറിയ ചെറിയ പ്രപ്പോസിഷൻസും ചെറിയ ചെറിയ വേർബ്സും ഒക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഫസ്റ്റിലെ കോൺവേഴ്സേഷനൊക്കെ എഴുതി തുടങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എഴുതി വന്ന് ഒരു വശം ആകുമ്പോഴത്തേക്കിനും നമുക്ക് പിന്നെ സംസാരിക്കാനായിട്ട് നല്ല വശം കിട്ടും. അപ്പോൾ നമുക്ക് നല്ലോണം സംസാരിക്കാനായിട്ട് പറ്റും. കട്ടി വാക്കുകളൊക്കെ നമുക്ക് ഉപയോഗിച്ച് കൺവെർസേഷൻ എഴുതാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.